അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മുരളീധരൻ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സുഹൃത്തുക്കൾ, ഇത് പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. പ്രസംഗം ചെയ്യണമെന്നും ഉദ്ദേശിച്ചൊന്നും വന്നതല്ല. ഈ കുടുംബ സദസ്സിൽ പങ്കെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വന്നതാണ്. ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്ര സ്നേഹം മുരളീധരനോട് എല്ലാവർക്കും ഉണ്ട്. പിന്നെ മുരളീധരൻ്റെ അധ്വാനവും ത്യാഗം, പിന്നെ നേതൃത്വ പാഠവും പല സംഗതികളും അതിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ ഒരു മനോരോഗ വിദഗ്ധനാണ്. ഞാനും മുരളിയായിട്ട് എങ്ങനെയാണ് ബന്ധം എന്ന് പലർക്കും സംശയം തോന്നാണ്. ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് പോസ്റ്റ് ഓഫീസ്, രണ്ടാമത് സാഹിത്യം. അപ്പം അതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മനസ്സിൻ്റെ കുഴപ്പം. മൂപ്പർക്ക് പ്രവർത്തനത്തിൻ്റെ പുറമെ സാഹിത്യ താല്പര്യവും എനിക്ക് വൈദ്യപ്രവൃത്തിൻ്റെ പുറമെ സാഹിത്യ താല്പര്യം. ഇത് രണ്ടാൾക്കുള്ള പൊതുവായിട്ടുള്ളൊരു അസുഖമാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും അടുത്തത്. എൻ്റെ പല പരിപാടികൾക്കും പുസ്തക പ്രകാശനം, ചർച്ചകൾ, അങ്ങനെ പലതിനും മുരളി വളരെ ആക്റ്റീവായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. നമ്മളൊരു കുടുംബ സുഹൃത്താണ്. അദ്ദേഹം റിട്ടയർ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇതൊരു മിക്സഡ് ബ്ലെസ്സിങ് എന്ന് പറയും. ഒരു ഭാഗത്ത് നമുക്ക് റിട്ടയർ ആയി എന്നുള്ള ഒരു സന്തോഷം, അതേസമയം ആ സേവനവും പ്രവർത്തനങ്ങളും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം, അതേസമയം വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇത് പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണ്. സാധാരണ പറയും പഴയ 50 ഇപ്പോഴത്തെ 70, പഴയ 60 ഇപ്പോഴത്തെ 80. അപ്പോൾ ഇപ്പോൾ ഒരു 50 വയസ്സായാലും ചെറുപ്പമാണ്. 50-ന് ശേഷം 2-3 കല്യാണം കഴിക്കുന്നവരുണ്ട്, അല്ലേ? വിദേശ രാജ്യങ്ങളിലൊക്കെ പറക്കുന്നവരുണ്ട്. ജാക്കി ചാനെ പോലുള്ള ഒരു 70 വയസ്സിലാണ് സ്റ്റണ്ടും പാട്ടൊക്കെ ചെയ്യുന്നത്. പുതിയ പടങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ സൂപ്പർ ഹീറോസ് പോലും എല്ലാ 65 കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ പ്രായം ഒരു കാര്യമേ അല്ല. അപ്പോൾ മുരളീധരൻ ഇപ്പോൾ പ്രായത്തിൽ ചെറുപ്പമാണ്. അപ്പോൾ ഇനിയും ധാരാളം പ്രവർത്തനങ്ങളുണ്ടാവും. ഈ സംഘടനാ ലെവലിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതിൻ്റെ നിയമം എങ്ങനെയാണെന്നറിയില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സഖാവായിട്ട് സഹായിക്കാനും നേതൃത്വം കൊടുക്കാനും ഒക്കെ അദ്ദേഹം ഇവിടെ ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹബന്ധങ്ങളാണ് മെയിൻ. അത് തീർച്ചയായിട്ടും മഞ്ചേരിയിൽ തിരിച്ചു വന്നതിന് ശേഷം അത് ഇനിയും സ്ട്രോങ് ആവും, ഇനിയും വിപുലപ്പെടും. ഇനി ധാരാളം സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാവും. എന്നാൽ സാഹിത്യത്തിന് വേണ്ടി കൂടുതൽ സമയം ഇനിയും ചെലവെക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇനിയും വളരട്ടെ, കൂടുതൽ പേരിലേക്കും. പിന്നെ ദീർഘായുസ്സിൽ കിട്ടട്ടെ, ആരോഗ്യമുണ്ടാവട്ടെ, ശാരീരികമായും മാനസികമായും ഒരു പ്രശ്നമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. BSNL Employees Union